തിരുവല്ല കുറ്റൂരിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വീടിനോട് ചേർന്ന തട്ടുകടയിലാണ് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കണ്ടെത്തിയത്. കട തുറക്കാനായിട്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് കൊച്ചിൻ്റെ ഒരു ചെറിയ കരച്ചിൽ കേട്ടോട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞ്, പൊടിക്കുഞ്ഞ്. എനിക്ക് പേടി, ഞാൻ ഓടി എൻ്റെ ഭാര്യയെ കൂടെ വിളിച്ച് അങ്ങോട്ടുമ്പോൾ അവളും കിടന്ന് അലക്കുക എന്നുള്ളത്. പിന്നെ അപ്പുറത്തെ കൊച്ചുമോനെ വിളിച്ച് പറഞ്ഞ് കൊച്ചുമോന് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തെ പിന്നെ കൊച്ചുമോനാണ് പോലീസിനെയൊക്കെ വിളിച്ചത്. ആരാ എന്താ എപ്പോഴാണെന്ന് നമ്മൾ അറിഞ്ഞത്. ഞാൻ 5 മണി ആകുമ്പോഴാണ് ഇത് സാധാരണ തുറക്കാറ്. അപ്പോൾ പിന്നെ കൊച്ചുമോൻ വന്ന് പോലീസിനെ വിളിച്ച് പോലീസിനെ വിളിച്ച് അവർ കൊണ്ടുപോയി. ആരാ എന്താ കൊണ്ടുവച്ചെന്നൊന്നും അറിയത്തില്ല. രാജ അവിടെ പശുവിനെ അവർ പ്രസവിച്ച കാരണം അവരെ ഉറങ്ങിയിട്ടില്ലെന്ന് അവർ പറയുന്നു. എന്നിട്ട് അവർ അപ്പുറം ആയതുകൊണ്ട് ആരും കണ്ടില്ല. CK അഭിലാൽ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. അഭിലാൽ, അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ആ കരച്ചിൽ കേട്ടയുടൻ ചെന്നെത്താൻ കഴിഞ്ഞത് എത്ര ഭാഗ്യമല്ലേ. എത്ര ദിവസം പ്രായമുള്ള കുഞ്ഞാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം ഈ കുഞ്ഞിന്റെ ആരോഗ്യാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? കുറ്റൂര് റെയിൽവേ അടിപ്പാതയോട് ചേർന്ന ഇടത്ത് വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന തട്ടുകടയാണ്. ഇവിടെയാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ 5 മണിയോടുകൂടി ഈ സ്ഥാപന ഉടമ എത്തിയപ്പോഴാണ്, ലൈറ്റ് തെളിച്ചപ്പോഴാണ് കുഞ്ഞിന്റെ നേതൃത്വത്തിലുള്ള കരച്ചിൽ ശ്രദ്ധയിൽ വരുന്നത്. അങ്ങനെ അദ്ദേഹം തൊട്ട് അടുത്ത് തന്നെയുള്ള ഭാര്യയെ വിളിച്ചറിയിക്കുകയാണ് ഉണ്ടായത്. അവര് ഈ സംഭവം കണ്ട് വലിയ ഞെട്ടലാണ് ഉണ്ടായത്. തുടർന്ന് സമീപവാസിയെ വിവരം അറിയിക്കുകയും അദ്ദേഹം പോലീസിനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പിന്നീട് തിരുവല്ലയിൽ നിന്നും പോലീസ് സംഘാംഗങ്ങൾ എത്തി കുഞ്ഞിനെ ഏറ്റെടുത്ത് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ദിവസങ്ങൾ മാത്രമേ കുഞ്ഞിന് പ്രായമുള്ളൂ എന്നാണ് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായിട്ടുള്ളത്. ആൺകുട്ടിയാണ്. പുലർച്ചെ 4 മണിയോടടുത്ത് ഇവിടെ ഒരു ഇരുചക്ര വാഹനം എത്തുകയും പിന്നീട് മിനിറ്റുകൾക്കുള്ളിൽ കടന്നു പോവുകയും ചെയ്തതായി സമീപവാസികൾ പറയുന്നു. ഈ വാഹനത്തിലെത്തിയവർ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നുപോയതാകാം എന്നുള്ളതാണ് സംശയം. സാധാരണ നിലയിൽ ഈ തട്ടുകട 5 മണിക്ക് തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുകൾ തന്നെയാണ് അതിന് തൊട്ടു മുൻപായി കുട്ടിയെ ഇവിടെ എത്തിച്ച് ശേഷം കടന്നുപോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ അഭിലാൽ, കുഞ്ഞിപ്പോൾ ആശുപത്രിയിൽ സുരക്ഷിതയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം കൂടി ലഭിച്ചിട്ടുണ്ട്, അതുകൂടി ഒന്ന് നമുക്ക് കാണാം. ചേട്ടനെ രാവിലെ ചായ ഇടാനായിട്ട് എഴുന്നേറ്റപ്പം തട്ടുകടയുടെ വാതുക്കലായിട്ട് ഒരു പൊടി കുഞ്ഞിനെ കണ്ടു, കരയുന്ന കുഞ്ഞിനെ കണ്ടു. അപ്പം ചേട്ടൻ എന്നെ വിളിച്ചു, ഞാനും വന്ന് കണ്ടു. അതിൻ്റെ വല്ലാത്ത തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു തുണി അതിൻ്റെ ദേഹത്തിട്ടു. അപ്പുറത്ത് കൊച്ചുമോനെ വിളിച്ചു, എല്ലാവരും ഇറങ്ങി വന്നപ്പോഴാണ് പറഞ്ഞ് അവർ രാത്രി ഉറങ്ങിയിട്ടില്ല, അവരുടെ പശു പ്രസവിച്ച കാരണം. അപ്പം ഒരു 1:30 മുതൽ ഒരു പൊടിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പിന്നെ പോലീസിനെ വിളിച്ചു, കൊച്ചുമോനെ വിളിച്ചു. കൊച്ചുമോൻ പിന്നെ പോലീസിനെ വിളിച്ചു, നാട്ടുകാരെല്ലാം വന്നു. അങ്ങനെ കുഞ്ഞിനെ ഇപ്പോൾ വന്ന് പോലീസ് കൊണ്ടുപോയി. ഒരു ആൺകുഞ്ഞ. ആരാണ് ഉപേക്ഷിച്ചത് എന്നൊന്നും അറിയില്ല. പക്ഷേ ആളുകളുടെ കണ്ണിൽ പെടുന്ന ഇടത്ത് തന്നെ, അങ്ങനെ കൃത്യമായിട്ട് ആ പരിസരത്തെക്കുറിച്ച് തന്നെ അറിയുന്ന ആളായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ആ തട്ടുകട തുറക്കുന്ന ആ സമയത്ത് തന്നെ കുഞ്ഞിനെ അവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണ് ആളുകൾ എത്തുന്നത്. അങ്ങനെ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിനിപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്.